ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ഇന്ന് നടന്ന ആദ്യത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ടോസ് ജയിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഏറ്റവും മികച്ച കുറേ ബാറ്റർമാരാണ് അവരുടെ ടീമിലുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. വിശാഖപട്ടണത്താണ് ഈ മത്സരം നടന്നത്. വിശാഖപട്ടണം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ആന്ധ്രയിൽ നിന്നുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നിരയിലുള്ള നിതീഷ് കുമാർ റെഡ്ഡി എല്ലാം വൈസാഖിൽ നിന്നുള്ള ഒരു താരമാണ്. ഈ മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇനീഷ്യലി തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യം ഒരു റൺഔട്ടിന്റെ രൂപത്തിൽ അഭിഷേക് ശർമ്മയെ ഒരു മികച്ച ഒരു റൺഔട്ടിലൂടെ പുറത്താക്കാനായിട്ട് വിപ്രാജ് നിഗത്തിന് സാധിച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവരുടെ ഒരു തകർച്ച തുടങ്ങിയത്. കാരണം ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരു 190-200 റൺസ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പാർ സ്കോറെങ്കിലുമുള്ള ഒരു പിച്ചാണ്. പക്ഷേ ഇനീഷ്യലി പവർ പ്ലേക്കുള്ളിൽ തന്നെ നമുക്ക് 3-4 വിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, എപ്പോഴും നമ്മളൊരു 3 വിക്കറ്റ് 4 വിക്കറ്റ് ഒക്കെ പവർ പ്ലേയിൽ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ആ മത്സരം ജയിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് ആദ്യ വിക്കറ്റ് അഭിഷേക് ശർമ്മയുടെ രൂപത്തിലായിരുന്നു. ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള റൺഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും തമ്മിലുള്ള ഒരു മിക്സപ്പ് ആയിരുന്നു. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും നമ്മളൊരു മിക്സപ്പിൽ വിപ്രാജ് നിഗത്തിന്റെ ഒരു ഡയറക്റ്റ് ഇട്ട് അത് അഭിഷേക് ശർമ്മയെ പുറത്താക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ചൊരു നല്ല അഗ്രസീവായിട്ട് കളിക്കാനായിട്ട് ട്രാവിസ് ഹെഡിന് കഴിഞ്ഞുവെങ്കിലും പക്ഷേ ഒരു സൈഡിൽ നിന്ന് അവരുടെ വിക്കറ്റുകൾ നിലംപൊത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഡൽഹി ക്യാപിറ്റൽസിന്റെ മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം 3.4 ഓവറിൽ 35 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടുണ്ട്. 5 വിക്കറ്റുകളാണ് കരസ്ഥമാക്കിയത്. അവരുടെ ആ ടോപ്പ് ഓർഡറിനെ തകർക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിന് സാധിച്ചു എന്നുള്ളതാണ്. മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ആ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളറാണ്. ഒപ്പം ഡെത്ത് ഓവറിലും നന്നായിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ 2 നല്ല സ്പിന്നർമാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ ഫോം എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് എന്നുള്ളത്. കാരണം അവരുടെ 2 സ്പിന്നർമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്സർ പട്ടേലും മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് സ്പെല്ല് നമ്മൾ കണ്ടു. ഈ മത്സരത്തിലും അതുപോലെ തന്നെ 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ആ മിഡിൽ ഓവേഴ്സിൽ വരിഞ്ഞു മുറുക്കാൻ പറ്റുന്ന സ്പിന്നർമാർ ടീമിലുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഇനീഷ്യൽ സ്റ്റേജിലും ഡെത്ത് ഓവേഴ്സിലും എറിയാനുള്ള നല്ല ഫാസ്റ്റ് ബോളർമാർ കൂടി ഉണ്ടെങ്കിൽ അതൊരു നല്ല കോംബോ ആയി മാറും എന്നുള്ളതാണ്. ഏതായാലും മിച്ചൽ സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് പോലെയല്ല. അതിൽ ലീഗ് സ്റ്റേജിൽ അദ്ദേഹം നിറം മങ്ങിപ്പോയിരുന്നു. പക്ഷേ ആ ഒരു പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കും വന്നപ്പോഴാണ് അദ്ദേഹം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഈ ഒരു വർഷത്തിലെ ഈ ഒരു ടൂർണമെന്റ് തുടക്കത്തിൽ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ മിച്ചൽ സ്റ്റാർക്കിന് സാധിക്കുന്നു എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യം തന്നെയാണ്. കുൽദീപ് യാദവിന്റെ ബോളിങ്ങിനെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബോളറാണ് കുൽദീപ് യാദവ്. അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഹൈദരാബാദിന് സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് എത്ര വിക്കറ്റ് നഷ്ടപ്പെട്ടാലും വീണ്ടും ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 20 ഓവർ പൂർത്തിയാക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. 163 റൺസിൽ അവർ ഓൾ ഔട്ട് ആകുകയായിരുന്നു. അനികേത് വർമ്മയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് ഇന്ന് അവരെ ഈ 163 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനം, അദ്ദേഹത്തിന്റെ ഒരു ക്യാച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ അഭിഷേക് പോറലിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് നമുക്കറിയാം. എന്നാൽ തന്നെ ഒരു 70 റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഒരു മികച്ച പ്രകടനമായിരുന്നു. നല്ല ഈസി ആയിട്ടാണ് അദ്ദേഹം സിക്സറുകൾ നേടുന്നത്. അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നല്ല മനോഹരമാണ്. ഒരു വലിച്ചു വാരിയിട്ട് അടിക്കുന്ന പോലെ അല്ല തോന്നുന്നത്. നല്ല രീതിയിലുള്ള ഹിറ്റുകളാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത്. അദ്ദേഹം നേടിയ ഒരു 70 റൺസും അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസിൽ നേടിയ ഒരു 30 റൺസുമാണ് അവരെ ഈ 163 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചതെന്നുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ മത്സരത്തിലെ ഫീൽഡിംഗ് ആണ്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫീൽഡിംഗ് ആയിരുന്നു. അഭിഷേക് പോറലിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ മറ്റുള്ള എല്ലാം തന്നെ കുറെ മികച്ച ക്യാച്ചുകൾ അവർ എടുക്കുന്നത് നമ്മൾ കണ്ടു. ജെയ്ക്ക് ഫ്രേസർ മെക്ഗ്രൂക്കിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്യാച്ച്, ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കാനായിട്ട് വിപ്രജ് നിഗം എടുത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്യാച്ച്, അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അക്സർ പട്ടേലിന്റെ ഒരു ക്യാച്ച്, ഫാഫ് ഡു പ്ലസിയുടെ ഒരു ക്യാച്ച്, എല്ലാം തന്നെ ടോപ്പ് ക്ലാസ് ആയിരുന്നു. ഫീൽഡിംഗിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക്
സാധിച്ചതും കൂടെ കൊണ്ടാണ് 163 എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഇവർ ഓൾ ഔട്ട് ആയി പോയത്. തിരിച്ച് ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ജെയ്ക്ക് ഫ്രേസർ മക്ഗുർഗിന്റെ ഒരു ഫോമാണ്. അദ്ദേഹം നല്ലൊരു ഫോമിലേക്ക് എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാഫ് ഡു പ്ലസി എപ്പോൾ വേണമെങ്കിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ്. എന്തായാലും ആ പവർ പ്ലേയിൽ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്തു. ഡു പ്ലസി ഒരു അർദ്ധ സെഞ്ചുറി നേടി. അത് അവർക്ക് ക്രൂഷ്യലാണ് ഇനിയുള്ള മാച്ചുകളിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. അതുപോലെ തന്നെ ജെയ്ക്ക് ഫ്രേസർ മക്ഗുർഗും ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചു. 38 റൺസോളം അദ്ദേഹം നേടുകയും ചെയ്തു. പിന്നീട് വന്നവർക്കെല്ലാം അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ KL രാഹുൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റിയുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. അഭിഷേക് പോറൽ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആണ്. കാരണം അദ്ദേഹത്തിന്റെയും ഫോം ഒരു ക്രൂഷ്യലാണ്. 1 ഡൗൺ പൊസിഷനിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള ഒരു താരം ഒരു ഫോമിലേക്ക് ആവുകയാണെങ്കിൽ അതും അവർക്ക് നല്ലതാണ്. അദ്ദേഹം ഒരു 30 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഏതായാലും നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ ശീഷൻ അൻസാരി എന്ന് പറയുന്ന ഒരു പുതിയ താരത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ്. ആദം സാംപ എന്ന് പറയുന്ന ലെഗ് സ്പിന്നറെ മാറ്റിയിട്ട് ആ ഒരു സ്പിന്നറിന് പകരമായിട്ട് അവർ ശീഷൻ അൻസാരി എന്ന് പറയുന്ന മറ്റൊരു പുതിയ സ്പിന്നറെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു താരമാണ്. ഉത്തർപ്രദേശിന് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. എസ്പെഷ്യലി ലെഗ് സ്പിന്നിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ്. ഈ മത്സരത്തിൽ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനമാണ്. ഈ ഒരു മത്സരത്തിൽ 3 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. കാരണം SRHന്റെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ രാഹുൽ ചഹറിനെ അവർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആദം സാംപയാണ് മറ്റൊരു സ്പിന്നർ എന്ന് നമുക്കറിയാം. പിന്നെ അഭിഷേക് ശർമ്മയാണ് കൂടുതലും ബോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശീഷൻ അൻസാരിയുടെ ഈ ഒരു പെർഫോമൻസ് ഇനി അങ്ങോട്ടുള്ള മാച്ചുകളിൽ അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റാർക്കും തന്നെ നല്ലൊരു പ്രകടനമൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹർഷൽ പട്ടേൽ ഒരുവിധം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വിക്കറ്റുകളൊന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. മറ്റുള്ളവരുടെ ഭാഗത്ത് പാറ്റ് കമ്മിൻസ് എല്ലാം ഈ ഒരു 2-3 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒട്ടും തന്നെ നല്ല പെർഫോമൻസുകളല്ല കാഴ്ചവെക്കുന്നത് എന്നുള്ളത് SRHനെ പറ്റി ഉള്ള ഒരു വലിയ കൺസേൺ ആണ്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് അവർ കളിച്ച 2 മത്സരങ്ങളും വിജയിച്ചിരിക്കുകയാണ്. അവർ 2 മത്സരങ്ങളിലും കളിച്ചത് അവരുടെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള വിശാഖപട്ടണത്താണ്. ഇനി അവർ കളിക്കാൻ പോകുന്ന കൂടുതൽ മത്സരങ്ങളും അവരുടെ ശരിക്കുള്ള ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ. എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ ഭാഗ്യ ഗ്രൗണ്ടായി മാറുന്നു എന്നുള്ളതാണ്. കൂടുതൽ മത്സരങ്ങളും ഇവിടെ തന്നെ കളിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ ആദ്യ മത്സരത്തിൽ നമുക്കറിയാം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിലാണ് അവർ വിജയം പിടിച്ചെടുത്തത്. അത് അശുതോഷ് ശർമ്മയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിംഗ്സിലായിരുന്നു ആ ഒരു മത്സരം അവർ പിടിച്ചെടുത്തത്. അവിടെ നിന്ന് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വളരെ വ്യത്യാസം വന്നിരിക്കുന്നു. കാരണം എപ്പോഴും നമ്മൾ പറയുന്നതാണ് ജയിക്കുകയാണെങ്കിൽ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ കോൺഫിഡൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ തോൽക്കുകയാണെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജും ടീമിന്റെ കോൺഫിഡൻസും എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് എപ്പോഴും പറയുന്നതാണ്. SRHനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു തുടക്കമാണ് അവർക്ക് ലഭിച്ചത്. RRുമായിട്ട് 286 എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ അവർ നേടിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2 മത്സരങ്ങളിൽ അടുപ്പിച്ച് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും കുറച്ച് ഡള്ളായിട്ടാണ് അവർ നിൽക്കുന്നത്. ഇനി ഒരു വിജയം വരുമ്പോഴാണ് തിരിച്ച് ബാക്ക് ടു ആ ഒരു ഫോമിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുക. ഏതായാലും ടൂർണമെന്റിന്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. എല്ലാ ടീമുകളും 14 മത്സരങ്ങൾ വീതമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ടീമുകളും 2-3 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കൊന്നും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്നാൽ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.